ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മാത്സ് ക്ലാസ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വിവിധ ജോമെട്രിക്കൽ ഷേപ്പുകൾ പഠിച്ചിരുന്നു. അതിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണുക, വിസ്തീർണം എങ്ങനെയാണ് കാണുക, അവയുടെ സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് ട്രയാങ്കിൾ, ട്രപ്പിസോയിഡ്, സർക്കിള്, അവയുടെ ചുറ്റളവ്, വിസ്തീർണം, അതുപോലെ തന്നെ വിവിധ 3D ഷേപ്സുകളായ ക്യൂബ്, ക്യൂബോയിഡ്, അതുപോലെ തന്നെ സിലിണ്ടർ, കോൺ എന്നിവയുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം, ഇവയൊക്കെ എങ്ങനെയാണ് ഇവയുടെ സൂത്രവാക്യങ്ങൾ എന്നും നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ചെയ്തു തുടങ്ങാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയത് സ്ക്വയർ എന്താണെന്ന് നോക്കി. സ്ക്വയറിൻ്റെ ചുറ്റളവ് 4a ആണെന്നും വിസ്തീർണം a² അല്ലെങ്കിൽ d²/2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ്, അതുപോലെ വിസ്തീർണം നമ്മൾ പറഞ്ഞു, റോംബസിൻ്റെ പറഞ്ഞു, പാരലലോഗ്രാമിൻ്റെ പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിൾ, നമുക്ക് രണ്ട് ട്രയാങ്കിൾ, ഒരേ നീളമുള്ള രണ്ട് ട്രയാങ്കിളുകൾ നമുക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സ്ക്വയർ കിട്ടുമല്ലോ. നോക്കാം, നമുക്കതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കാം. എ എന്നുള്ള വശമുള്ള ഒരു സ്ക്വയറിനെ വരച്ചിട്ട് അവയെ നമ്മൾ രണ്ടായിട്ട് ഈക്വലായി കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ട്രയാങ്കിളുകൾ കിട്ടുമല്ലോ. അതായത് എ ലെങ്ത്തുള്ള അതുപോലെ തന്നെ എ ഹൈറ്റുമുള്ള രണ്ട് ട്രയാങ്കിളുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വിസ്തീർണം, നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഈ ഏരിയ ആണല്ലോ. അപ്പോൾ ഒരു ട്രയാങ്കിളുടെ വിസ്തീർണം എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ വിസ്തീർണം എത്രയാണ്? a² ആണ്. അപ്പോൾ ട്രയാങ്കിളുടെ വിസ്തീർണം എത്ര ആയിരിക്കും? a²/2 ആയിരിക്കും. അതായത് ട്രയാങ്കിളുടെ വിസ്തീർണം എന്ന് പറയുന്നത് 1/2 a². ഇതിൻ്റെ കേസിലാണ്, അതായത് ഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും ഈക്വൽ ആയിട്ടുള്ള കേസിലാണ് ഈ ഒരു കേസ് വരിക. പക്ഷേ ഈ ഒരു കേസ് വരണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? ഇവിടെയുള്ള ലെങ്ത്തും ഈക്വൽ ആയിരിക്കണം. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആവണം വെച്ചാൽ അവയുടെ ആ വശത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ തീറ്റയാണെന്ന് വെച്ചാൽ ഇവിടെ തീറ്റ ആയിരിക്കണം. ഇപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇത് 90 ഡിഗ്രി ആയിട്ടാണ് സ്ക്വയറിൻ്റെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളാണ് വെച്ചാൽ ഇവിടെയുള്ള തീറ്റ എത്ര ആയിരിക്കും ചോദിച്ചാൽ എന്ത് പറയും? ഇതിപ്പോൾ 90 ഡിഗ്രി. മൂന്ന് ട്രയാങ്കിളും, അതായത് ട്രയാങ്കിളുടെ മൂന്ന് കോണുകളും കൂട്ടിയാൽ ടോട്ടൽ തുക എന്ന് പറയുന്നത് എത്ര വരണം? 180 ഡിഗ്രി വരണം. അപ്പോൾ ഇവിടെയുള്ള തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ പ്ലസ് 90 എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 180 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 2θ = എത്ര വരും? 90 വരും. θ = 45 വരും. അതായത് ഇത് രണ്ട് സമപാർശ്വ ത്രികോണം, ഇദ്ദേഹത്തിൽ വരുന്നത് ഇത് സമപാർശ്വ ത്രികോണത്തിൽ വരുന്നത്, സമപാർശ്വം, അതായത് രണ്ട് വശങ്ങൾ മാത്രം തുല്യമായിട്ടുള്ള ത്രികോണമാണ് സമപാർശ്വ ത്രികോണം. ഇതിന് ഇംഗ്ലീഷിൽ പറയാം ഐസോസിലസ് ട്രയാങ്കിൾ. എന്താ പറയുക? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് പറയാം. ഓക്കെ, അതായത് രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു ദീർഘചതുരം എടുക്കാം. ഈ ദീർഘചതുരത്തിനെയും നമ്മൾ കട്ട് ചെയ്യാൻ വയ്ക്കുക. കട്ട് ചെയ്താൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിളുകൾ കിട്ടുമല്ലോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരിക? ഇവിടെ എ, ഇവിടെ ബി ആണ് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്, ഈ ഒരു ദീർഘചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? AB ആണ്. അപ്പോൾ നമ്മുടെ ഒരു ട്രയാങ്കിളുടെ വിസ്തീർണം എന്ന് പറയുന്നതായിരിക്കും ½ × AB ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? ട്രയാങ്കിളുടെ വിസ്തീർണം = ½ ബേസ് ഇൻറ്റു ഇതാണ് ബേസ് ഇൻറ്റു ആ ബേസിലേക്ക് ഓപ്പോസിറ്റ് കോണിൽ നിന്നും വരയ്ക്കുന്ന ഷോർട്ട് ആയിട്ടുള്ള ലെങ്ത്ത്. ½ × ബേസിൻ്റെ ഹൈറ്റ് എന്ന് ഡിനോട്ട് ചെയ്യണേ. അത് 90 ഡിഗ്രിൻ്റെ കേസിൽ മാത്രമാണ് ഹൈറ്റ് നേരെ വരിക. അല്ല വെച്ചാൽ ഏറ്റവും ഓപ്പോസിറ്റ് കോണിൽ നിന്നുമുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എന്തെന്ന് പറയുക? ഹൈറ്റ് എന്ന് പറയുക. അപ്പോൾ ട്രയാങ്കിളുടെ വിസ്തീർണം = ½ × ബേസിൻ്റെ ഹൈറ്റ്. ഇതാണ് സിമ്പിളായിട്ടുള്ള സൂത്രവാക്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ട്രയാങ്കിളാണ് വിചാരിക്കുക. ഈ ട്രയാങ്കിളിൽ നമുക്കൊരു പാരലോഗ്രാമിൻ്റെ രണ്ടായി കട്ട് ചെയ്താൽ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ ഒരു രണ്ട് ട്രയാങ്കിളുകൾ, ഇതൊരു പാരലോഗ്രാമാണ്. ഈ പാരലോഗ്രാമിൻ്റെ വിസ്തീർണം കാണാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഇവിടെ ഹൈറ്റാണ് വയ്ക്കുക, ഇതൊരു ഹൈറ്റാണ് വയ്ക്കുക, ഇവിടെയുള്ള ലെങ്ത്ത് B, അതുപോലെ തന്നെ ഇവിടേക്കുള്ള ലെങ്ത്ത് എന്താണ്? B തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാരലലോഗ്രാമിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? B × H ആണ്. ബേസ് ഇൻറ്റു
ആ ബേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അതിലേക്ക് വരയ്ക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അവ തമ്മിലുള്ള ഗുണനമാണ് എന്തെന്ന് പറയുക, ഈ പാരലലോഗ്രാമിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാരലലോഗ്രാമിൽ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പാരലലോഗ്രാമിൻ്റെ ഹാഫ് ഏരിയ ആയിട്ടുള്ള 2 ട്രയാങ്കിൾസുകളാണ് കിട്ടുക. അപ്പോൾ ഈ ട്രയാങ്കിളുടെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താകും, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആകും. അപ്പോൾ മൊത്തമായിട്ട് ട്രയാങ്കിളുടെ വിസ്തീർണം എന്ന് പറയുന്നതിന് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആ ബേസിലേക്ക് ഓപ്പോസിറ്റ് കോണിൽ നിന്നും വരയ്ക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഉന്നതി, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കിളുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഒന്നാമത്തത്, ഒരു ട്രയാങ്കിളുടെ ഏറ്റവും നീളമുള്ള വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും ഏറ്റവും കൂടുതലുണ്ടാവുക. അതായത് ഇവിടെ ഈ കർണമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ, അതായത് ഇവിടെയായിരിക്കും ഈ ട്രയാങ്കിളിലെ കോണുകളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇവിടുത്തെ കോണായിരിക്കും. ഇനി നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള ഈ വശമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ ഈ വശത്തിന് ഓപ്പോസിറ്റുള്ള കോണായിരിക്കും ആ ട്രയാങ്കിളിലെ കോണുകളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതായിരിക്കും, ആ ട്രയാങ്കിളിൽ ഏറ്റവും ചെറിയ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആയിരിക്കും ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത്. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ, 3 തരം ട്രയാങ്കിൾ. ഒന്ന് സമഭുജം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജം പറഞ്ഞ വശം, സമമായിട്ടുള്ള വശങ്ങൾ, എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അപ്പോൾ എല്ലാ ആംഗിളുകളും എല്ലാ വശങ്ങളും ഈക്വലാണ് വയ്ക്കുക. ഇവിടെയാണ് വയ്ക്കുക, ഇവിടെയാണ് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സമഭുജത്തിൻ്റെ ആംഗിളുകൾ എത്രയായിരിക്കും, ഈ 3 ആംഗിളുകളും ഈക്വൽ ആയിരിക്കണം. ഈ 3 ആംഗിളുകളും ഈക്വൽ ആവണം വെച്ചാൽ എത്രയാവണം, ഈ 3 ആംഗിളുകളും തമ്മിൽ കൂട്ടിയ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളും കൂട്ടിയാൽ എത്ര തുക വരും, 180 ഡിഗ്രി വരും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എല്ലാ 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും, അതുപോലെ 3 കോണുകളും ഈക്വൽ ആയിരിക്കും. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഐസോസിലസ് ട്രയാങ്കിൾ എന്താണെന്ന് വെച്ചാൽ 2 വശങ്ങൾ തുല്യമായ കോണാണ് സമപാർശ്വ ത്രികോണം. ത്രികോണത്തിലെ 2 വശങ്ങൾ തുല്യമായ ട്രയാങ്കിളാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ബി ആണ് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ തീറ്റയും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ തീറ്റയും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ വ്യത്യസ്തമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി വിഷമഭുജം അല്ലെങ്കിൽ സ്കെയിലിൻ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എന്താണ്, ഈ ട്രയാങ്കിളിൽ 3 വശങ്ങളും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും ഡിഫറെൻ്റ് ആണെന്ന് വെച്ചാൽ ഈ 3 കോണുകളും എന്തായിരിക്കും, അതും ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി കോണുകളുടെ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഇതെന്താണ്, ഇത് വശങ്ങളുടെ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. വശങ്ങളുടെ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഇനി കോണുകളുടെ അളവുകളുടെ തുകയാണ് വയ്ക്കുക. അപ്പോൾ കോണുകളുടെ അളവുകളുടെ തുകയാണ് വെച്ചാൽ ഒന്ന് ന്യൂന ത്രികോണം അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാൾ കമ്മിയായിട്ടുള്ള ആംഗിളുകളുള്ള ട്രയാങ്കിളിനെയാണ് ന്യൂന ത്രികോണം അല്ലെങ്കിൽ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രയാങ്കിളിലെ 3 കോണുകളും 90 ഡിഗ്രിക്ക് താഴെയാണ് വെച്ചാൽ അതിനെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതൊരു ന്യൂന ത്രികോണമാണ്. ഇനി
അടുത്തത് ബൃഹത് ത്രികോണം. ബൃഹത് ത്രികോണം പറഞ്ഞാൽ എന്താണ്? ബൃഹത് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ പറഞ്ഞാൽ ഈ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു കോണ് 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? ബൃഹത് ത്രികോണം അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇനി അടുത്താണ് മട്ടത്രികോണം. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ, ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് വെച്ചാൽ ആ ട്രയാങ്കിളിന് എന്താ പറയുക? മട്ടത്രികോണം എന്ന് പറയുന്നു. ആ മട്ടത്രികോണത്തിന്റെ കേസിൽ എന്താണ്? എ സ്ക്വയർ ഇസിക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസിക്വൽ ടു സി സ്ക്വയർ, പൈത്തഗോറസ് തിയറം അനുസരിക്കുന്നവയാണ് ഈ മട്ടത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ത്രികോണത്തിന്റെ വിസ്തീർണം ഇവയിൽ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ എടുക്കണം. 3 ആംഗിളുകളും ഈക്വൽ ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എ ആണ്, ഇവിടെയും എ ആണ്, ഇവിടെയും എ ആണ്. നമുക്കറിയാം ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആ ബേസിലേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് വരയ്ക്കുന്ന ഹൈറ്റ് അതിൻ്റെ കൊണ്ട് ഗുണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ വിസ്തീർണം എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? എ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇവിടെ a/2 ആണ് വയ്ക്കുക. ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4 എന്ന് പറയാലോ. അതെങ്ങനെ വന്നു? h ഇസിക്വൽ ടു ഇവിടുത്തെ എ സ്ക്വയർ ഇസിക്വൽ ടു പൈത്തഗോറസ് തിയറം അനുസരിച്ച് എ സ്ക്വയർ ഇസിക്വൽ ടു h സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ ആണ്. അത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് h സ്ക്വയർ ഇസിക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പോൾ h സ്ക്വയർ ഇസിക്വൽ ടു 4a സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 3a സ്ക്വയർ ബൈ 4 എന്ന് വരും. അതായത് h ഇസിക്വൽ ടു √3a/2 എന്ന് വരും. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കിട്ടിയത് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ ഇടുകയെന്ന് വെച്ചാൽ എന്താവും? ഏരിയ ഇസിക്വൽ ടു അല്ലെങ്കിൽ വിസ്തീർണം ഇസിക്വൽ ടു എന്താവും? ഹാഫ് ഇൻറ്റു എ ഇൻറ്റു √3/2 ഇൻറ്റു എ എന്ന് വരും. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് √3/4 എ സ്ക്വയർ എന്നുള്ള ആൻസർ വരും. അത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്, അത് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ഇക്വേഷൻസ് ആണ്, ഈ ട്രയാങ്കിളിൻ്റെ വേറൊരു ഇക്വേഷൻസ് ആണ്. നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, സേ എ ബി സി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? √(s ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നാണ്. അപ്പോൾ ഇവിടെ എസ് ഇസിക്വൽ ടു എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു ട്രയാങ്കിളിൻ്റെയാണ്. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ ചേർത്ത് വെച്ചാൽ എന്താ കിട്ടുക? ട്രപ്പിസോയിഡ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ട്രപ്പിസോയിഡിൻ്റെ ട്രപ്പിസോയിഡല്ല, നമുക്ക് 2 ട്രയാങ്കിൾ ചേർത്ത് വെച്ചാൽ എന്താ കിട്ടുക? നമുക്ക് പാരലലോഗ്രാം കിട്ടും. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ വിസ്തീർണം കാണാനെന്നുള്ള ഫോർമുല എന്താണ്? നമ്മൾ ഇവിടെ 2 ഇട്ടാൽ മതി. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ വിസ്തീർണം എന്താണ്? ഈ 2 ട്രയാങ്കിൾ ചേർന്നിട്ടാണ് നമ്മൾ പാരലലോഗ്രാം ഉണ്ടാക്കുന്നത്. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ വിസ്തീർണം ഇസിക്വൽ ടു 2 ഇൻറ്റു √(s ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഇതാണ് ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ട്രയാങ്കിൾ ഇപ്പോൾ എന്തൊക്കെ അറിയണം? ഒന്നാമത്തെ വിസ്തീർണത്തിൻ്റെ ഫോർമുല എന്താണെന്ന് അറിയണം. ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാങ്കിളാണ് ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്. അതുപോലെ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും തുല്യമായിട്ടുള്ള ട്രയാങ്കിളാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ പറഞ്ഞു, നമ്മുടെ ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഐസോസിലസ് ട്രയാങ്കിളിൽ 2 വശങ്ങൾ തുല്യമായിരിക്കും. മൂന്നാമത്തത് സ്കെയിലിംഗ് ട്രയാങ്കിളാണ്. ആ സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്താണ്? 3 വശങ്ങളും വിവിധമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ മലയാള വാക്കുമാണ് വിഷമഭുജം. വിഷമഭുജം പറഞ്ഞ വശം, വിഷമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഇനി കോണുകളുടെ അളവുകളുടെ അടിസ്ഥാനത്തിൽ ട്രയാങ്കിളുകളെ 3ആയിട്ട് പറയാം. ഒന്ന് അക്യൂട്ട് ട്രയാങ്കിൾ, അതായത് ന്യൂന ത്രികോണം എന്ന് പറയുന്നത്. അതായത് ഒരു ട്രയാങ്കിളിലെ എല്ലാ കോണുകളും 90 ഡിഗ്രിയിൽ താഴെയായാൽ ആ ത്രികോണത്തെ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നു. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രയാങ്കിളിലെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇനി ബൃഹത് ത്രികോണം അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രിനേക്കാൾ മുകളിലായാൽ
അതിനെ ആ ട്രയാങ്കിളിനെ ബൃഹത് ത്രികോണം അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇനി ട്രയാങ്കിളിലെ വേറെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഈ ട്രയാങ്കിളിലെ 3 കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറഞ്ഞാൽ അവ മൂന്നും കൂടി കൂട്ടിയാലുള്ള തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആയിരിക്കും ആ ട്രയാങ്കിളിലെ 3 കോണുകളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഒരു ട്രയാങ്കിളിലെ ഏറ്റവും ചെറിയ കോൺ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വശത്തിന് ഓപ്പോസിറ്റുള്ള കോണായിരിക്കും. അപ്പോൾ നമ്മൾ ത്രികോണം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രപ്പീസോയിഡ് ആണ് പഠിക്കാനുള്ളത്. ഏതാണ് പഠിക്കാനുള്ളത്? ട്രപ്പീസോയിഡ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ട്രപ്പീസിയം ട്രപ്പീസിയം എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രമായിരിക്കും സമാന്തരം. ആ ഒരു കേസായാൽ അതിനെ ട്രപ്പീസിയം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു ട്രപ്പീസിയം വരയ്ക്കണം. അതിൻ്റെ ഒരു വശങ്ങൾ മാത്രം സമാന്തരം, ബാക്കി 2 വശങ്ങൾ സമാന്തരമാകുന്നില്ല. അങ്ങനെയുള്ള ഇതും സമാന്തരമാണ്, പാരലലാണ്. പക്ഷേ ഇതും സമാന്തരമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചതുർഭുജമാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ചുറ്റളവ്, അപ്പോൾ ഈ ട്രപ്പീസിയത്തിന് എ ബി സി ഡി. അപ്പോൾ ഈ ട്രപ്പീസോയിഡിൽ എയും ബിയും പാരലലാണ്, പക്ഷേ സിയും ഡിയും പാരലല്ല. അപ്പോൾ ഈ ഒരു ട്രപ്പീസോയിഡിൽ നമ്മളിതിനെ ഹാഫായിട്ട് ഇതാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഒരു ഹാഫ് വരയ്ക്കണം. നമ്മളെന്ത് ചെയ്തു? ഇവിടെ ഒരു ഹാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഈ ഒരു പോർഷന് തിരിച്ച് മേലോട്ട് വെക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു ഇതേമാതിരി ഒരു സ്ക്വയറിനെ കിട്ടില്ലേ? നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ വയ്ക്കുക. ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു സ്ക്വയർ മാതിരി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ക്വയറിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത്തിൻ്റെ പകുതി ആയിരിക്കും. അതായത് a+b/2 ആയിരിക്കും ഇൻറ്റു ഹൈറ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതാണ് ട്രപ്പീസോയിഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് a+b/2 ഇൻറ്റു h ആണ്. ഇനി വേറൊന്ന്, ഇനി ട്രപ്പീസോയിഡിൽ ഇങ്ങനെ 4 വശങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ വിസ്തീർണം കാണാനുള്ള വേറൊരു ഫോർമുല എന്ന് പറയുന്നത് തന്നെ a+b/a-b ഇൻറ്റു s ഇൻറ്റു s-k ഇൻറ്റു s-c ഇൻറ്റു s-d. വേർ k = എന്താണ്? k = a-b ആണ്. s = എന്താണ്? k+c+d/2 ആണ്. ഇത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? a+b ഡിവൈഡഡ് ബൈ a-b ഇൻറ്റു റൂട്ട് ഓഫ് s ഇൻറ്റു s-k ഇൻറ്റു s-c ഇൻറ്റു s-d ആണ്. k = a-b ആണ്. s = k+c+d/2 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ട്രപ്പീസിയത്തിൽ 4 വശങ്ങൾ കിട്ടിയാൽ സമാന്തര വശങ്ങൾ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ അകലം അത് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, അതായത് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് 2/a-b ഇൻറ്റു റൂട്ട് ഓഫ് s ഇൻറ്റു s-k ഇൻറ്റു s-c ഇൻറ്റു s-d ആണ്. ഇതും പഠിച്ചു വയ്ക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രപ്പീസോയിഡിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം പഠിച്ചു. ചുറ്റളവ് കാണാൻ എന്താ ചെയ്യുക? ഓരോരോ വശങ്ങൾ കൂട്ടുക. a+b+c+d ആണ്. ഇനി ട്രയാങ്കിളിൻ്റെയാണ് ചുറ്റളവ് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതും ഓരോ വശങ്ങൾ കൂട്ടുക. a+b+c ആണ് ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃത്തമാണ്. വൃത്തം അല്ലെങ്കിൽ സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിൽ നമ്മളുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ ഒരു സർക്കിൾ വരച്ചിരിക്കണം. ഇതൊരു സർക്കിളാണ് വിചാരിക്കാം. ഇതിൻ്റെ ആരം അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് വൃത്തത്തിൻ്റെ വക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6 ആണ് വയ്ക്കുക. അങ്ങനെയാണ് വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് 2πr എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടാന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട് വാളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ നമ്മളൊരു വീൽ എടുക്കുകയാണ്, അതായത് നമ്മുടെ ഒരു ചക്രം. ഈ ചക്രം ഒരിക്കൽ റൊട്ടേഷൻ ചെയ്യാൻ വയ്ക്കുക.
ഒരു തവണ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എത്ര ദൂരം ഇങ്ങനെ സഞ്ചരിക്കും? അത് ദൂരം പറയുന്നത് 2πr ആയിരിക്കും. ക്ലിയർ ആവുണ്ടല്ലോ? അതായത് ഒരു സർക്കിളിൻ്റെ പുറമേയുള്ള അളവിൻ്റെ മൊത്തമായിട്ടുള്ള നീളം എന്ന് പറയുന്നതാണ് 2πr എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചക്രം ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 2πr ഡിസ്റ്റൻസ് സഞ്ചരിച്ചിരിക്കും. ഇനി 2 തവണ റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2πr × 2 ദൂരം സഞ്ചരിക്കും. ഇനി 4 തവണ റൊട്ടേറ്റ് ചെയ്താലോ 2πr × 4 4 തവണ റൊട്ടേറ്റ് ചെയ്യും. ഇത് മനസ്സിലാക്കുക. ഇതാണ് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി വിസ്തീർണം ഞാൻ പറഞ്ഞിരുന്നു. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അളവാണ്. അപ്പോൾ വിസ്തീർണം എന്തെങ്ങനെ കാണുക? വിസ്തീർണം = πr² ആണ്. എന്താണ്? πr² ആണ്. ഇനി ഇത് രണ്ടുപേർക്ക് ആർക്കെങ്കിലും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, 2πr ഒരിക്കലേ വരുള്ളൂ. ചുറ്റുമുള്ള അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ നീളം മാത്രം നോക്കുന്ന സമയത്ത് മീറ്ററിൻ്റെ യൂണിറ്റ് ഒരിക്കൽ മാത്രമേ റിപ്പീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് 2πr എന്ന് പറയാം. അതേസമയം വിസ്തീർണം എന്ന് പറയുന്നത് 2 മീറ്റർ സ്ക്വയർ ആയിട്ടാണ് വരിക. അതുകൊണ്ട് πr² ആയിരിക്കും വരിക. ഇത് ഓർത്ത് വയ്ക്കുക. ഇനി വൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു നിശ്ചിത ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം എന്ന് പറയുന്നത് എന്താണ്? അത് വൃത്തമാണ്. ഇനി ഒരു നിശ്ചിത ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയുന്നത് എന്താണ്? അത് സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? ഒരു നിശ്ചിത ചുറ്റളവിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള രൂപം എന്താണ്? അത് വന്നിട്ട് വൃത്തമാണ് അല്ലെങ്കിൽ സർക്കിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് വൃത്തത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വൃത്തം പഠിച്ച ഒരാൾക്ക് നമ്മുടെ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ കഴിയുമോ? തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഒരു ഇതെന്താ പറയുക? സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ഹൈറ്റ് h ആണ്. ഇവിടെ എന്ന് പറയുന്ന r ആണ്. ഇവിടെ ഈ ഒരു സിലിണ്ടറിൻ്റെ മുഖം അല്ലെങ്കിൽ ഫേസിലെ ആരം എന്ന് പറയുന്ന r ആണ് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വോളിയം എങ്ങനെ കണക്കൂട്ടുക? വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് വീഴ്ത്തുന്ന വെള്ളത്തിൻ്റെ അളവാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എങ്ങനെ കൂട്ടുക? നമ്മൾ ഇതിൻ്റെ അളവിലേക്കാണല്ലോ വെള്ളം വീഴ്ത്തുന്നത്. അതായത് πr² നമ്മൾ വെള്ളം വീഴ്ത്തിയിട്ട് അതിനെ h ഹൈറ്റിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുക. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? πr² × h എന്നായിരിക്കും വോളിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. എന്താണ്? πr² h ആണ് വോളിയത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി സിലിണ്ടറിൻ്റെ വക്രതല വിസ്തീർണം. എന്താ ഈ വക്രതല വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് വക്രമുഖം. ഇവിടെ നമ്മൾ ചരിഞ്ഞിട്ടുള്ള ഇതാണ് വക്രമുഖം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ ഒരു സിലിണ്ടറിനെ നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം വയ്ക്കുക. ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ നിവർത്തി വയ്ക്കണം വയ്ക്കുക. അതാണ് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സിലിണ്ടറിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. ഈ 2πr × h ആയിരിക്കുമല്ലോ കർവ്ഡ് സർഫസ് ഏരിയ. അതങ്ങനെ വന്നു? അത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഈ സിലിണ്ടറിനെ കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ നീളത്തിൽ വയ്ക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ പ്രതലം എന്ന് പറയുന്നത് 2πr ലെങ്ത് ഉണ്ടാവും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താവും? 2πr × h. ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മളൊരു സിലിണ്ടറിനെ പാതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നിവർത്തി വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ചതുരം കിട്ടും. ആ ഒരു അളവാണ് എന്ന് പറയുന്നത് 2πr h എന്ന് പറയുന്നത്. ഇനി സിലിണ്ടറിൻ്റെ ബാഹ്യതല വിസ്തീർണം. ബാഹ്യതലത്തിൽ എന്തൊക്കെയുള്ളത്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഈ 2 സർക്കിളും കൂടി കൂട്ടിയാൽ ബാഹ്യതല വിസ്തീർണം എത്രയാവും? πr² πr². അതായത് πr² മൊത്തം വിസ്തീർണമാണ്. അപ്പോൾ എത്ര വരും? +πr² h. അതായത് 2πr² πr² h. അതായത് πr² 2 h എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് സിലിണ്ടറിൻ്റെ വോളിയം എത്ര, അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയ, അതുപോലെ തന്നെ ബാഹ്യതല വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? വോളിയം എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന മൊത്തം വെള്ളത്തിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ
താഴെയുള്ള സർക്കിൾ, അതായത് പൈ ആർ സ്ക്വയർ എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അതിനെ എച്ച് ഹൈറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നതാണ് പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത്. ഇനി കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രമുഖ വിസ്തീർണം എന്ന് പറയുമ്പോൾ നമ്മൾ കർവായിട്ടുള്ള സർഫസിൻ്റെ ഏരിയ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എച്ച് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ മൊത്തമായിട്ടുള്ള വെളിയിലുള്ള അളവ്, ചുറ്റുമുള്ള അളവ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ ഈ 2πr × h ആയിരിക്കും എന്തെന്ന് പറയുക, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ വിസ്തീർണമാണ് ഈ പൈ ആർ സ്ക്വയർ × 2 + h എന്ന് പറയുന്നത്. ഇനി രണ്ട് ഫേസുകൾ തമ്മിലുള്ള വിസ്തീർണം മാത്രമാണ് പറയുന്നത് വെച്ചാൽ എന്താണ് പറയുക, മേലെ പൈ ആർ സ്ക്വയറിൻ്റെ താഴെയും പൈ ആർ സ്ക്വയറിൻ്റെ, അപ്പോൾ 2πr² ആയിരിക്കും. ഇനി നമ്മൾ സിലിണ്ടർ കഴിഞ്ഞു. ഇനി ഒരു കോണാണ്. അപ്പോൾ കോൺ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷേപ്പ് ആയിരിക്കും കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്തായിരിക്കും, വോളിയം എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ 1/3 ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇനി കോണിൻ്റെ വക്രതല വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ഒരു കർവുണ്ട്, ഇത് L ആണ്, പ്ലസ് ഇവിടെ താഴെയുള്ള ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ഉം ഇവിടെ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈ ആർ ആയിരിക്കും. അപ്പോൾ പൈ ആർ × L ഇതായിരിക്കും കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ പൈ ആർ × L ആണ് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ പൈ ആർ സ്ക്വയർ, ഇവിടെയുള്ള താഴെയുള്ള പൈ ആർ സ്ക്വയർ പ്ലസ് ഇവിടെയുള്ളതിൻ്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ എന്താണ്, പൈ ആർ × r + l എന്ന് എഴുതാം. ഇങ്ങനെ ഈ ഒരു സൂത്രവാക്യങ്ങൾ ഓർക്കുക. അപ്പോൾ സിലിണ്ടറിൻ്റെ സൂത്രവാക്യം എന്താണ്, സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്, പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അത് കോണിൻ്റെ ആകുമ്പോൾ എത്രയാകും, അത് 1/3 ചുരുങ്ങും. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആകും. ഇനി കർവ്ഡ് സർഫസ് ഏരിയ എത്രയായിരുന്നു, അത് എന്ന് പറയുന്നത് 2πr × h ആയിരുന്നു. ഇവിടെ എന്താകും, ഇവിടെ എന്ന് പറയുന്നത് പൈ ആർ എൽ ആകും. ഇനി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താകും, 2πr² പ്ലസ് 2πr × h ആയിരിക്കും. ഇവിടെ എന്താണ്, പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ആയിരിക്കും. ഇനി ഫേസിൻ്റെ വിസ്തീർണം മാത്രം എത്രയായിരിക്കും, 2πr² ആയിരിക്കും. ഫേസിൻ്റെ സർഫസ് ഏരിയ മാത്രം. കോണാണെങ്കിൽ പൈ ആർ സ്ക്വയർ മാത്രമായിരിക്കും. ഫേസ് എന്ന് പറയുന്നത് ഇവിടെയുള്ളതാണ് ഫേസ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെയുണ്ട് വെച്ചാൽ അതും കൂടി ഫേസ് ആകും. അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് നമ്മൾ സിലിണ്ടറിൽ 2πr² അതേസമയം കോണിൽ പൈ ആർ സ്ക്വയറും വന്നത്. ഇനി നമുക്കുള്ളത് ഗോളമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്